ഇതിന് മേലെ വെക്കാനൊന്നുമില്ല. വൺ മാൻ ഷോ തന്നെയാണ്. ഇതിന്റെ മേലെ വെക്കാൻ ഇനി ഒന്നുമില്ല. ലാലേട്ടൻ അഭിനയത്തെ കളിയാക്കണ കുറെ 2K കിഡ്സ് ഉണ്ട്. അവന്മാർക്കുള്ള മറുപടിയാണ് ഈ പടത്തിലാൽ കാണിച്ചത്. പഴയ മോഹൻലാൽ തിരിച്ചു വന്നു. സൂപ്പർ. ഫാമിലിയോടെ നോക്കാം. ഫാമിലി എല്ലാവരും വന്ന് കാണണം. എല്ലാവരും വന്ന് കാണാം. സെക്കൻഡ് ഡേ കാണാം. അത്രയ്ക്ക് പൊളിയാ. ഒരു ഫാദറായിട്ട് എങ്ങനെ ഒരു ഇതാക്കണോ എല്ലാം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. സൂപ്പറായിട്ട്. അത് കിട്ടിയില്ല. സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും വന്ന് കാണാം. എല്ലാവരും വന്ന് തിയേറ്ററിൽ കാണാം. ലാലേട്ടൻ്റെ മൂവി എല്ലാവരും വന്ന് തിയേറ്ററിൽ കാണാം. അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആയിരിക്കും. എനിക്ക് അടിപൊളി എപ്പിസോഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ച് ഇമോഷണലായിരുന്നു അവസാനം വന്നപ്പോൾ. കുറച്ച് ഇമോഷണലായിരുന്നു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ചോദിക്കാവോ കണ്ടോ? പ്രമോഷന്റെ ആവശ്യമില്ല. പേജ് തന്നെ പോലെ ഇനി കണ്ടോ? ബുക്ക് മൈ ഷോ കണ്ടോ? നമുക്ക് ഈ തള്ളിമറിയൊന്നുമില്ല. കണ്ടോ? ബുക്ക് മൈ ഷോ കണ്ടോ? ഉറപ്പുള്ള കാര്യമല്ലേ? ഇപ്പൊ ദൃശ്യം കണ്ടിറങ്ങിയപ്പോഴൊരു ഫീലല്ലേ? ആ ഫീൽ തന്നെ നമുക്ക് അകത്തുള്ളത്. എമ്പുരാൻ എന്ത് ക്ഷീണം എനിക്ക് മനസ്സിലാവുള്ള. എമ്പുരാൻ എന്താ ക്ഷീണം? നെഗറ്റീവ് വന്നോട്ട് കാര്യമില്ല. പടം ഒരിക്കലും ക്ഷീണമല്ല. എമ്പുരാനും ഗംഭീര പടം തന്നെ. ഇത് അതുക്കും മേലെ അത് വേറെ. ഞാൻ പറഞ്ഞ ലാലേട്ടന്റെ സ്റ്റാർട്ടം ചോദ്യം ചെയ്ത ആൾക്കാർക്ക് എമ്പുരാനിലൂടെ മറുപടി കൊടുത്തായിരുന്നു. അതേപോലെ തന്നെ ലാലേട്ടന്റെ അഭിനയത്തെ കളിയാക്കണ കുറെ 2K കിഡ്സ് ഉണ്ട്. അവന്മാർക്കുള്ള മറുപടിയാണ് ഈ പടത്തിലാൽ കാണിച്ചു വെച്ചേക്കണേ. എന്താ കാണിച്ചേക്കണം? ഗംഭീര അഭിനയം എന്ന് പറഞ്ഞാൽ ഗംഭീര അഭിനയം. കണ്ടോ? പടം കയറി കണ്ടോ? അതിൽ കൂടെ ഒന്നും പറയാനില്ല. എല്ലാവരും കൊള്ളാം. എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിള്ളേരും പിള്ളമാരും എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. കിട്ടില്ലാട്ടോ ഒരു രക്ഷയില്ല. തീപ്പടം ഒരു 2.5 മണിക്കൂർ ഞാൻ പറയാം. ഞാൻ കാണാൻ പോണു. തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. കാരണം ഇപ്പം ഈ ഒരു ഫ്രഷ്നെസ്സോടെ തന്നെ കണ്ടാലേ രക്ഷയുള്ളൂ. നല്ല സിനിമയാണ്. ഈ വില്ലന്മാർ ഇപ്പം ബിനു പപ്പു ഈ വില്ലന്മാരുടെ അഭിനയമൊക്കെ എടുത്തു പറയണം. അവരുടെ പെർഫോമൻസ് സൂപ്പറായിരുന്നു. അതെ മറ്റേതിൽ പിന്നെ നമുക്ക് അവിടെ ഇവിടെ ചില സിനിമകളിൽ ഇത് അടിക്കും. അത് ദൃശ്യം ഇത് നമുക്ക് ആ ഇതിനു മുമ്പ് ഇറങ്ങിയതുകൊണ്ട് അല്ലെങ്കിൽ നമുക്കത് തോന്നും. എങ്കിലും ഇത് കറക്റ്റായിട്ട് ഇത് ഹാൻഡിൽ ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കാൻ കാണാം. അത്രേ ഉള്ളൂ. ഞങ്ങളൊന്നും പറയണമെന്നില്ല. OTT വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നും കാര്യമൊന്നുമില്ല. തിയേറ്ററിൽ തന്നെ വരുന്നതാണ്. പൊളിപ്പടം. സൂപ്പർ പടം. കിടുക്കം പടം എന്ന് വെച്ചാൽ കിടുക്കം പടം. ഇനി ഇതിന് മേലെ വെക്കാനൊന്നുമില്ല. വൺ മാൻ ഷോ തന്നെയാണ്. ഇതിന്റെ മേലെ വെക്കാൻ ഇനി ഒന്നുമില്ല. ഒന്നിനും കഴിയില്ല ഇതിന്റെ മേലെ വെക്കാൻ. വേറെ റേഞ്ചാണ്. അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. ലാലേട്ടൻ്റെ അഭിനയം എവിടെയോ പോയെന്നാണ് ആൾക്കാർ പറഞ്ഞത്. പക്ഷെ കറക്റ്റായിട്ട് ഈ പടം കാണിച്ചു തന്നിട്ടുണ്ട് നല്ല രീതിക്ക്. സൂപ്പർ. 100-ൽ 100 മാർക്ക്. ഡയറക്ഷൻ്റെ കാര്യത്തിൽ നമുക്കൊന്നും പറയാനില്ല. ഓരോ ഫ്രെയിമും അതിനനുസരിച്ച് എടുത്തിട്ടുണ്ട്.